എന്താട്ടാ ആ പെണ്ണെ കാണാൻ തോന്നോ? ഇതിനാണോ എന്നോട് വരണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അപ്പൊ തൊട്ട് ശ്രദ്ധിക്കുക. ഏട്ടൻ എന്താ ഒരു പേടിയുള്ള പോലെ? ഫോണിൽ സംസാരിക്കാൻ പേടിക്കുന്നു, ലെറ്റർ വായിക്കാൻ പേടിക്കുന്നു, ഇപ്പൊ കാണാൻ പോയിട്ടും പേടിക്കുന്നു. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ശ്രീനു, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരേണ്ട ആവശ്യം എനിക്കില്ല. നോ യുവർ ലിമിറ്റ്സ്. കീർത്തി, പോ. കീർത്തി, എന്റെ ഫോൺ നമ്പർ ഉടനെ മാറ്റണം. ഇനി മുതൽ പ്രിയയുടെ ലെറ്റേഴ്സ് എന്റെ ടേബിളിൽ വരാൻ പാടില്ല. ഓക്കെ സർ. ഇന്നലെ സാറിന് അത് ശരിക്കും കിട്ടിയില്ലേ? ഇനിയെങ്കിലും സാറിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കോ. നോക്ക്, വെറുതെ പിരികേറ്റാൻ നിൽക്കണ്ട. പോ. എന്ത്? ഇന്ന് മുതൽ നീ വേറെ, ഞാൻ വേറെ. ഞാൻ എന്റെ ലിമിറ്റ് നോക്കിക്കോളാം. അതുകൊണ്ട് തന്നെയാ സാറിന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഓ, അങ്ങേർക്ക് ഇഷ്ടമില്ലല്ലേ? എന്നിട്ടാണ് അവൾ എഴുതിയ ലെറ്ററൊക്കെ നിന്നെ കൊണ്ട് വായിച്ചു കേട്ട് സൂയിക്കുന്നല്ലേ? അന്ന് ഞാൻ ഫോൺ എഴുതി കൊടുത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞല്ലേ? ഇപ്പം മണിക്കൂർ കണക്കിനല്ലേ ആ പെണ്ണിനോട് വളവളാന്ന് സംസാരിക്കുന്നത്. ശരി, ഇത്ര ആയാലും ആ പെണ്ണിനെ പോയി ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടാ. ആ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട ഈ പണക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാ. ആര് മനസ്സിലാക്കാനാ നമ്മളെ പറ്റി? പറയടാ. നീ കണ്ടായിരുന്നോ? ഇപ്പൊ എവിടെ ഉള്ളത്? ഞാൻ വരാം. 1 മണിക്കൂറിൽ വരാം. സാറിനോട് പറഞ്ഞേക്കേ. ഒരു 10 മിനിറ്റ് നീ വൈകിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞു പോയനെ. എവിടെ അവൻ? അതാ ബ്ലൂ ഷർട്ട് കണ്ടില്ലേ, അവനാ. രേവതി കണ്ടില്ല. ആരാ നീ? ആരാ നീ? ആരാടാ നീ? കൈയെടുക്കടാ. നീ ആരാടാ? നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? ഇദ്ദേഹം ആരാണെന്ന് അറിയണം, അതല്ലേ വേണ്ടത്? അടുത്ത 10 മിനിറ്റിൽ എന്റെ ഭർത്താവാൻ പോകുന്നവരാ. നിന്റെ കല്യാണത്തെ പറ്റി അമ്മയ്ക്ക് എന്തുമാത്രം സ്വപ്നം ഉണ്ടെന്നറിയോ? നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നറിഞ്ഞ അവർ ചത്തുകളി. എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? മുറപ്രകാരം ഇദ്ദേഹത്തിന്റെ അച്ഛനോട് സംസാരിച്ചതാ. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയണം? നിന്നെ പോലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു ചേട്ടനുണ്ട് എനിക്ക്, മയക്കുമരുന്ന് അടിച്ചു നടക്കുന്ന ഒരു അനിയനുണ്ട് എനിക്കിത് പറയണോ? ഇതുപോലൊരു കുടുംബത്തിലെ പെണ്ണിനെ ആരാ സ്വീകരിക്കുക? അദ്ദേഹത്തിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. നമ്മുടെ അമ്മ എന്ത് ചെയ്യും? നീ കാരണം എന്റെ ജീവിതം നശിപ്പിക്കണോന്നാ? നീ പോയി സംസാരിക്കെന്നാല് പറ്റുമോ നിനക്ക്? പറ. ചേട്ടനാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു കല്യാണം മുടക്കാൻ.